ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ കിടിലം പ്രൊമോ ആട്ടോ വന്നിട്ടുള്ളത്. വിക്രം വേദയോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയണേ. താൻ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ അവിടുന്ന് രക്ഷിച്ചതാണ് ശ്രീകാര്യ ശ്രീനിവാസനെന്നും അങ്ങനെ ആ ബന്ധം ഇവിടം വരെ എത്തിയതെന്നും പിന്നീട് വേദയ്ക്കും അല്ല വിക്രമല്ല ബാഗിൽ വെച്ചതെങ്കിൽ പിന്നെ അത് ആരാ, എന്തിനാ നിങ്ങൾ ആ കുറ്റം ഏറ്റെടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം ഇവർ പറയുന്നത്, ഇവർ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് നന്ദിനി അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപക്ഷെ വിനായകനായിരിക്കാം അത് മാഷ ബാഗിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവുക. എന്തായാലും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഇവർ സംസാരിക്കുന്നതിനിടയിൽ വേദ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിനിയെ കാണുകയാണ്. നന്ദിനി അവിടുന്ന് ഇവരെ കാണുന്നതും, അതായത് ഇവർ കണ്ടെന്ന് മനസ്സിലാവുമ്പോൾ അവിടുന്ന് ഇറങ്ങി ഓടാൻ പോവാണ്. എന്നാൽ അവിടെ തിണ്ടുണ്ടായത് കൊണ്ട് അതിൻ്റെ മേൽ കൂടെ ചാടിക്കിടക്കാൻ നോക്കുമ്പോൾ ആൾ തലകുത്തനെ വീണു. വിനായകനെ എന്തിനാ അവിടെ പോയത്, അവരെന്താ സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ നന്ദിനിയോട് ചോദിക്കുമ്പോൾ നന്ദിനി പറയും, നിങ്ങളിങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തോ കണക്ഷൻ ഉള്ളതുപോലെ തോന്നല്ലോ. അപ്പോൾ വിനായകനൊന്നും പേടിക്കുന്നുണ്ട്. അപ്പം മിക്കവാറും വിനായകൻ തന്നെ ആയിരിക്കണം അത് മാഷ ബാഗിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവേണ്ടത്. കാരണം വിനായകൻ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണല്ലോ. പിന്നീടുള്ളത് വിനായകനെ ശ്രീകാന്ത് വിളിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണേ. അത് ചെയ്തിട്ടോന്ന്, എല്ലാം വളരെ കൃത്യമായിട്ട് വേണം എന്നൊക്കെ പറയുമ്പോൾ വിനായകൻ പറയും, അല്ലാതെ വേണോ, തന്നോട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്താൽ മതി. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് പിറ്റേ ദിവസം വിഷേട്ടനൊരു ചിട്ടി തുടങ്ങേ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷു അങ്ങനെ ആലോചിച്ച് നിൽക്കണേ. വേദയ്ക്കും എന്താ വല്ല പാട്ടും കേൾക്കുന്നുണ്ടോ, കാരണം മറ്റേ പഴയൊരു സിനിമയിലുണ്ടല്ലോ, സൈൻ ചെയ്യാൻ വേണ്ടി ഒപ്പിടാൻ വേണ്ടി പോകുമ്പോൾ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുന്നു ഗുലുമാൽ, ആ പാട്ട് പോലത്തെ പാട്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ള ഉദ്ദേശത്തിലാണ് വേദ ചോദിക്കുന്നത് കേട്ടോ. ശരിക്കും ആ ചിട്ടി തുടങ്ങാന്നുള്ള പേരിൽ വിനായകൻ എന്ത് പേപ്പറിലാണ് ഒപ്പിടിപ്പിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നൊരു ഭാഗത്ത് വിഷുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് വീട്ടിലറിഞ്ഞ് വീട്ടിൽ പോലീസുകാർ വരുന്നുണ്ട്. ശ്രീജ സങ്കടത്തോടു കൂടെ കരയുന്നുണ്ട്. അങ്ങനത്തെ ചില ഭാഗങ്ങളും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്